വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സൂബർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓറിയോ പുഡിങ് കേക്കിൻ്റെ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ആ ഒരു രീതിയിൽ പുഡിങ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യാമെന്നും അങ്ങനെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഞാൻ ഈ ഒരു പുഡിങ് ആദ്യം തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ലിഡിലാണ് കേട്ടോ. അപ്പം സാധാ രീതിയിൽ നമുക്ക് കേക്കിൻ്റെ ബോർഡിൽ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുഡിങ് ഞാൻ ഡിമോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്കിൻ്റെ ബോർഡിലേക്കായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം ആ ഒരു പുഡിങ് അതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുഡിങ് ഡെലിവറി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബോക്സിലൊക്കെയാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പുഡിങ് കേക്കിൻ്റെ ആ ഒരു ബോർഡിലല്ലാതെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കേക്ക് നമ്മൾ കേക്ക് ബോർഡിലാണല്ലേ സെറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും ഞാൻ കടയിൽ കണ്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ലിഡ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അത് ഇതാ കേക്കിൻ്റെ ബോർഡിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കാണാൻ പറ്റുന്നില്ലേ, ആ ഒരു കേക്കിൻ്റെ ബോർഡിൽ നിന്ന് ഈ പുഡിങ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി മാറുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ബോക്സിലൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ ഈ ഒരു പുഡിങ് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള കണ്ടെയ്നറിൻ്റെ ലിഡിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ലിഡിൽ അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇതിലേക്ക് കേക്ക് ബോർഡും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മോൾഡിൽ നിന്ന് ആ ഒരു പുഡിങ്ങൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ലിഡ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുക. അതല്ല, ആ ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് ഈ ലിഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിലും നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ട് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഡിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പുണ്ടല്ലോ, അത് അത്രയ്ക്ക് കട്ടിയുള്ളതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ബോർഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ ഇതൊരു കേക്കിൻ്റെ ആ ഒരു മോഡലല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ ആനിവേഴ്സറി അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേക്ക് വാങ്ങുന്നത്. അതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ പുഡിങ് വാങ്ങുകയാണെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ലിഡിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം രണ്ട് രീതിയിൽ നമുക്കിത് പാക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ആ ഒരു ലിഡിൻ്റെ മുകളിലേക്ക് കണ്ടെയ്നർ നമുക്ക് ഇങ്ങനെ കമിഴ്ത്തി വെക്കാം കേട്ടോ. ചില ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കേക്കുകൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പം രണ്ടാമത് നമുക്ക് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കേക്ക് ബോർഡിലേക്ക് നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു കണ്ടെയ്നറിൻ്റെ ലിഡിൽ ഒക്കെ സെറ്റ് ചെയ്ത പുഡിങ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ബോക്സിലൊക്കെയാണ് ഈ ഒരു പുഡിങ് കൊടുക്കുന്നതെങ്കിൽ നല്ല സേഫായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഡബിൾ ടാപ്പ് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുഡിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ലിഡ് ഉണ്ടല്ലോ, അത് ആദ്യം അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പുഡിങ് ഡിമോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ അതിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ആനിവേഴ്സറി ആണെങ്കിൽ അതിൻ്റെ സ്റ്റിക്കോ ഒക്കെ ഒന്ന് വെച്ചതിന് ശേഷം
ഇതിനെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെച്ചിട്ട് അടച്ചു വെച്ചതിന് ശേഷം അതിനെ നമുക്ക് പേപ്പർ ബാഗിൽ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഡെലിവറി ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ കേക്കിൻ്റെ ബോക്സിലാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കേക്കിൻ്റെ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേക്ക്, ലഞ്ച് ബോക്സ് കേക്ക്, മിനി കേക്കൊക്കെ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങും സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതുപോലുള്ള കണ്ടെയ്നർ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും, ചെറിയ കണ്ടെയ്നർ. അതിലേക്ക് നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യുന്നത് കേക്ക് ബേക്ക് ചെയ്യുന്ന ചെറിയ ടിന്നുണ്ടല്ലോ, ഈ ഒരു ടിന്ന്, ഇതിൽ പുഡിങ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിലേക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിന്നില്ലേ, അതിൽ നിറയെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു പകുതി ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതാ വേറൊരു കണ്ടെയ്നറിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ഈ ഒരു രീതി, പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇതുപോലെ കമിഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിനെ നമ്മൾ സാധാ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നത് പോലെ തന്നെ പേപ്പർ ബാഗിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഡെലിവറി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും കേക്ക് സ്റ്റാൻഡ് താഴെ വെച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ഈ ഒരു പുഡിങ്ങിന് ഡാമേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കേക്കൊക്കെ ബോക്സ് ചെയ്തെടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ട് ഡെലിവറി ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കേക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ 3 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. അതുപോലെ തന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചൈന ഗ്രാസിന് പകരം ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ചൈന ഗ്രാസിന് പകരം ജലാറ്റിൻ വെച്ചിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുമേ. അപ്പോൾ കേക്കിൻ്റെ ആ ഒരു രീതിയിൽ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ 2 രീതിയിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ 2 വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.